വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സെക്രട്ടേറിയറ്റ് OA എക്സാമിൻ്റെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം ഒന്നും കൂടി. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നാസ. അടുത്ത ചോദ്യം, കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ സി വി സുനിൽകുമാർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 38ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ സി ചൈന. അടുത്ത ചോദ്യം, കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഇ-ക്യൂബ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെന്ററി തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. അടുത്ത ചോദ്യം, 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം വരുന്നത് പ്ലെഗി വിറ്റ്സൺ. ഓപ്ഷൻ ബി പ്ലെഗി വിറ്റ്സൺ. അടുത്ത ചോദ്യം, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ മേഘാലയ. അടുത്ത ചോദ്യം, 3ാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? ഓപ്ഷൻ ബി പാർലമെന്ററി കാര്യ സമിതി. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ്. അത് ശരിയാണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. അത് ശരിയാണ്. ഓപ്ഷൻ സി 1 and 2 ശരിയായ പ്രസ്താവന. അടുത്ത ചോദ്യം, 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരെന്ത്? ഓപ്ഷൻ സി ഐരാവത്. അടുത്ത ചോദ്യം, മരണാനന്തര ബഹുമതിയായ 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ? ഓപ്ഷൻ ബി MT വാസുദേവൻ നായർ. അടുത്ത ചോദ്യം, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പാർലമെന്ററി വകുപ്പ് മന്ത്രി ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റാണ്. പാർലമെന്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം,
സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പി സതീദേവിയാണ് കമ്മീഷന്റെ ചെയർപേഴ്സൺ. ശരിയാണ്. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം, തിരുവനന്തപുരം. ശരിയാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. അടുത്ത ചോദ്യം, കേരള ബാലാവകാശ കമ്മീഷനുമായി ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാർ. ശരിയാണ്. ബാലാവകാശന്റെ ആസ്ഥാനം എറണാകുളമാണ്. സംസ്ഥാന എല്ലാ നിയമങ്ങളും പദ്ധതിയും ബാലന്മാരെ സംരക്ഷണം ഏത് കമ്മീഷനിൽ അനുശാസിക്കുന്നു? ഓപ്ഷൻ 1, 3. ഓപ്ഷൻ ഡി. ഈ ചാനൽ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.